നമസ്കാരം. ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പരമ്പരയും ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റും വരാനിരിക്കെ ടീം എങ്ങനെയാകും എന്നാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഇന്ത്യയുടെ സമീപകാലത്തെ പ്രകടനങ്ങളെല്ലാം നിരാശപ്പെടുത്തുന്നതാണ്. ന്യൂസിലൻഡിനെതിരെ നാട്ടിൽ വൈറ്റ് വാഷ് നേരിട്ട ഇന്ത്യ ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പരയും കൈവിട്ടു. പുതുവർഷത്തിലേക്ക് കടക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയോടെയാണ് ആരംഭിക്കുന്നത്. ഇതിനുശേഷം ഏകദിന പരമ്പരയും വരുന്നുണ്ട്. പിന്നാലെ ചാമ്പ്യൻസ് ട്രോഫിയും എത്തും. ഇന്ത്യ ഫോം വിലയിരുത്തി ടീമിൽ വലിയ അഴിച്ചുപണി നടത്തുമെന്നാണ് വിവരങ്ങൾ. ഇന്ത്യൻ സെലക്ടർമാരുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ടീമിലെ സ്ഥാനമാണ്. അവരുടെ ഫോമിനെ കുറിച്ചാണ്. രണ്ടുപേരും സമീപകാലത്ത് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ മടിക്കുന്നതിനാൽ തന്നെ ഇനി ടീമിലേക്ക് പരിഗണിക്കണമോ എന്നതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ കോഹ്ലിയുടെ കാര്യത്തിൽ പുതിയ BCCI സെക്രട്ടറിയായ ദേവ്ജിത്ത് സൈകിയ തീരുമാനം കടുപ്പിച്ചിരിക്കുകയാണ് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. വിരാട് കോഹ്ലിയെയും രോഹിത് ശർമ്മയെയും ചാമ്പ്യൻസ് ട്രോഫിക്ക് പരിഗണിക്കേണ്ട എന്നാണ് മുഖ്യ സെലക്ടറായ അജിത് അഗാർക്കറിന് ദേവ്ജിത്ത് നിർദ്ദേശം നൽകിയത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ച് ഫോം തെളിയിച്ച ശേഷം ദേശീയ ടീമിലേക്ക് പരിഗണിച്ചാൽ മതി എന്ന കടുത്ത നിലപാടിലാണ് അഗാർക്കർ ഉള്ളത്. പണ്ടത്തെ പ്രതാപം കൊണ്ട് മാത്രം ടീമിലേക്ക് ഇനിയും തുടരേണ്ടതല്ല എന്നും പ്രായം അതിക്രമിച്ചുവെന്നും ഫോം ഔട്ടായെന്നും ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ടീമിൽ ഇനിയും നിലനിർത്തണമോ എന്ന ചോദ്യം ശക്തമായി ഉയർന്നിരിക്കുന്നത് ഇവർക്കെതിരെ. ടെസ്റ്റിലേക്ക് ഇനി കോഹ്ലിയെയും രോഹിത്തിനെയും പരിഗണിക്കേണ്ടതില്ല എന്നും BCCI നിർദ്ദേശിച്ചതായാണ് BCCIയുടെ വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത്. താരങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുകയും ഫോം വിലയിരുത്താതെയാണ് ടീം തിരഞ്ഞെടുപ്പ് നടക്കുന്നതും എന്നുള്ള ആക്ഷേപം ഇപ്പോൾ ശക്തമാണ്. ഇവർ കാരണം വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടത്ര അവസരം കിട്ടുന്നില്ല എന്നും പരാതികളുണ്ട്. മുഖ്യ സെലക്ടറായ അജിത് അഗാർക്കറാണ് ഈ പഴി കൂടുതലും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ BCCI നിലപാട് കടുപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. T20 ലോകകപ്പിന് ശേഷം ഇന്ത്യയുടെ പ്രകടനം പിന്നോട്ടായതിനാൽ തന്നെ തിരിച്ചുവരവ് നടത്താൻ വലിയ അഴിച്ചുപണിക്കാണ് BCCI തയ്യാറെടുത്തിരിക്കുന്നത്. ചാമ്പ്യൻസ് ട്രോഫിയിൽ രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ഇന്ത്യ കളിക്കും എന്നാണ് റിപ്പോർട്ടുള്ളത്. എന്നാൽ രോഹിത്തിനും കോഹ്ലിക്കും ചാമ്പ്യൻസ് ട്രോഫി കളിക്കാൻ മുന്നിൽ കടമ്പയുണ്ട് എന്നാണ് BCCI വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ ഇരുവരും കളിക്കാനുണ്ടാകും. ഇവർക്ക് തിളങ്ങാനാകാത്ത പക്ഷം ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്ന് സീനിയർ താരങ്ങളെ ഇന്ത്യ തഴയും എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. രോഹിത് ശർമ്മയ്ക്ക് പകരം ശുഭ്മാൻ ഗില്ലിനൊപ്പം യശസ്വി ജയ്സ്വാളിനെ ഓപ്പണർ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് ടീം മാനേജ്മെന്റ് പ്രധാനമായും ആലോചിക്കുന്നത്. ടെസ്റ്റിലും T20യിലും ജയ്സ്വാൾ മിന്നിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏകദിനത്തിൽ നിന്ന് രോഹിത്തിന് വഴിമാറി കൊടുക്കേണ്ടി വന്നേക്കും. യശസ്വി ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ ഓപ്പണിംഗ് കൂട്ടുകെട്ട് വന്നേക്കും. വിരാട് കോഹ്ലിക്ക് പകരം ശ്രേയസ് അയ്യരെ ഇന്ത്യയെ പരിഗണിക്കും എന്നാണ് വിവരം. ഏറെ നാളുകളായി ടീമിന് പുറത്തുള്ള ശ്രേയസിന്റെ സമീപകാലത്തെ പ്രകടനങ്ങളെല്ലാം മികച്ചതാണ്. അതുകൊണ്ട് തന്നെ തിരിച്ചുവരവിന് അവസരം നൽകിയേക്കും. മുഹമ്മദ് ഷമി ഇന്ത്യയുടെ സീനിയർ പേസറാണ്. അതിവേഗത്തിൽ പന്തെറിയുന്ന ഷമി സ്വിംഗ് പേസർ എന്ന നിലയിലാണ് കൂടുതൽ മിന്നിക്കുന്നത്. ഏറെ നാളുകളായി ഷമി പരിക്കിനെ തുടർന്ന് ടീമിന് പുറത്താണ്. ഈ ഒരു സാഹചര്യത്തിൽ താരത്തിന്റെ ഫിറ്റ്നസ് മെച്ചപ്പെടുത്തുന്നതിൽ ദേശീയ ക്രിക്കറ്റ് അക്കാദമിക്ക് വീഴ്ച സംഭവിച്ചുവെന്ന വിലയിരുത്തലിലാണ് BCCI ഉള്ളത്. ഇക്കാര്യത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് BCCI വൃത്തങ്ങൾ നൽകുന്ന സൂചന. എന്നാലും ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ ചില നിർണായക മാറ്റങ്ങൾ ഉറപ്പാണ്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ പ്രകടനം ചാമ്പ്യൻസ് ട്രോഫി ടീം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്ന കാര്യം ഉറപ്പാണ്.